മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിലും ഇസ്രയേലിന്റെ ആഭ്യന്തര നയതന്ത്ര തലത്തിലും ഒരുപോലെ വൻ പ്രകമ്പനം സൃഷ്ടിക്കുന്ന പ്രസ്താവനയുമായി മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് രംഗത്തെത്തിയിരിക്കുന്നു. രാജ്യത്ത് നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ താൻ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ മുന്നണി അധികാരത്തിൽ തിരിച്ചെത്തിയാൽ അറേബ്യൻ ഗൾഫ് രാഷ്ട്രമായ ഖത്തറിനെ ഔദ്യോഗികമായി ശത്രു രാജ്യമായി പ്രഖ്യാപിക്കുമെന്നാണ് ബെനറ്റിന്റെ പ്രധാന വാഗ്ദാനം. ഇസ്രയേലിന്റെ ജനപ്രിയ മാധ്യമമായ ചാനൽ 12ന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഇസ്രയേലിന്റെ പരമ്പരാഗത ശത്രുവായ ഇറാനേക്കാൾ അപകടകാരി നിലവിൽ ഖത്തറാണെന്ന് ബെനറ്റ് രൂക്ഷമായി വിമർശിച്ചത്. ഇസ്രയേലിന്റെ സുരക്ഷാ നയങ്ങളെയും പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തെയും മാറ്റിമറിക്കാൻ പോന്ന വമ്പൻ ആരോപണങ്ങളാണ് നഫ്താലി ബെനറ്റ് ഉന്നയിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാൻ ഖത്തർ അണിയറയിൽ നടത്തുന്ന ഇടപെടലുകൾ ഇറാൻ നടത്തുന്ന പരസ്യമായ ഭീഷണികളെക്കാൾ ഭയാനകമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നത് തന്റെ ജീവിത ദൗത്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ബെനറ്റ് ഖത്തറിനെതിരെയുള്ള ഈ കടുത്ത നിലപാടിലൂടെ രാജ്യത്തെ തീവ്ര സുരക്ഷാ വോട്ടർമാരെ ഒപ്പം നിർത്താനാണ് ശ്രമിക്കുന്നത്. ഇസ്രയേലിന്റെ വിനാശമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇറാന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് മുന്നിൽ സ്പഷ്ടമായ തന്ത്രങ്ങളുണ്ടെന്നും ബെനറ്റ് ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഖത്തറിന്റെ സമീപനം വളരെ സങ്കീർണവും സൂത്രപ്പണികൾ നിറഞ്ഞതുമാണ്. നയതന്ത്രത്തിന്റെ സമാധാനപരമായ മുഖംമൂടി അണിഞ്ഞ് ഇസ്രയേലിനെ ഉള്ളിൽ നിന്ന് വിഷം കൊടുത്ത് നശിപ്പിക്കുന്ന ശത്രുവാണ് ഖത്തർ എന്നാണ് ബെനറ്റിന്റെ പ്രധാന ആരോപണം. 2023 ഒക്ടോബർ 7 അതിഭീകരമായ ആക്രമണത്തിൽ പങ്കെടുത്ത ഹമാസിന്റെ സുഗ്ബ സായുധ സേനയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയത് ഖത്തറാണെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. അതോടൊപ്പം തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അൽ ജസീറ വാർത്താ ശൃംഖലയിലൂടെ ഇസ്രായേലിനെതിരെ ആഗോളതലത്തിൽ വിഷലിപ്തമായ പ്രചാരണങ്ങൾ അഴിച്ചുവിടുകയാണ് ഖത്തർ ചെയ്യുന്നതെന്നും ബെനറ്റ് കുറ്റപ്പെടുത്തുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിന്റെ പ്രതിച്ഛായ തകർക്കാനും പൊതുജന വിദ്വേഷം വളർത്താനും അൽ ജസീറയെ ഖത്തർ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുകയാണ്. പല അന്താരാഷ്ട്ര ശക്തികളും ഖത്തറിനെ മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന സങ്കീർണമായ ഒരു രാഷ്ട്രമായി കാണാറുണ്ട്. എന്നാൽ ഒക്ടോബർ 7 ശേഷം കാര്യങ്ങളിൽ യാതൊരു സങ്കീർണതയുമില്ലെന്നും ഇസ്രയേലിനെ ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമുള്ള ഖത്തർ ഒരു തികഞ്ഞ ശത്രുരാജ്യം മാത്രമാണെന്നും ബെനറ്റ് ഉറപ്പിച്ചു പറയുന്നു. ഇസ്രയേലിന് ആഗോളതലത്തിൽ തിരിച്ചടിയാകുന്നത് ഖത്തറിന്റെ സോഫ്റ്റ് പവർ അഥവാ മൃദുശക്തി പ്രയോഗമാണെന്ന് ബെനറ്റ് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ 4 നൂറ്റാണ്ടോളമായി ഖത്തർ ലോകമെമ്പാടും വൻതോതിൽ പണമൊഴുക്കി വലിയൊരു സ്വാധീന വലയം സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകളിൽ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചുകൊണ്ട് യുവതലമുറയുടെ ചിന്താഗതിയെ ഇസ്രയേലിന് എതിരാക്കാൻ ഖത്തറിന് സാധിച്ചുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അമേരിക്കൻ ക്യാമ്പസുകളിൽ ഇന്നുയരുന്ന ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളും നദി മുതൽ കടൽ വരെ എന്ന മുദ്രാവാക്യങ്ങളും ഖത്തർ സർവകലാശാലകളിൽ നടത്തിയ വൻ സാമ്പത്തിക നിക്ഷേപത്തിന്റെ ദുരന്ത ഫലമാണെന്നാണ് ബെനറ്റിന്റെ നിരീക്ഷണം. പാശ്ചാത്യ ലോകത്ത് വളർന്നുവരുന്ന പൊതുജന അഭിപ്രായത്തെ ഇസ്രയേലിന് എതിരായി തിരിച്ചുവിടാൻ ഖത്തറിന്റെ ബൗദ്ധികവും സാമ്പത്തികവുമായ ഇടപെടലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഇറാന്റെ നേരിട്ടുള്ള മിസൈൽ ഭീഷണികളെക്കാൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇസ്രയേലിന്റെ നിലനിൽപ്പിന് കടുത്ത ആഘാതമുണ്ടാക്കുന്നുവെന്നാണ് ബെനറ്റ് മുന്നറിയിപ്പ് നൽകുന്നത്. ബെനറ്റിന്റെ ആരോപണങ്ങളിൽ ഏറ്റവും പ്രകോപനപരവും രാജ്യത്തിനുള്ളിൽ വൻ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയതുമായ ഭാഗം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിലേക്ക് നീളുന്ന അന്വേഷണങ്ങളാണ്. ഖത്തർ ഗേറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഉന്നതതല രാഷ്ട്രീയ അഴിമതി കേസിൽ നെതന്യാഹുവിന്റെ അടുത്ത അനുയായികളും ഉപദേശകരും ഖത്തറിന്റെ പണം പറ്റി അവർക്ക് വേണ്ടി ഇസ്രയേലിൽ PR പ്രചാരണങ്ങൾ നടത്തി എന്നതാണ് പ്രധാന ആരോപണം. യുദ്ധസമയത്ത് പോലും ഇസ്രയേലിന്റെ സുരക്ഷാ രഹസ്യങ്ങൾ ചോർത്താനും ഖത്തറിന് അനുകൂലമായ നിലപാടുകൾ നിർമ്മിച്ചെടുക്കാനും നെതന്യാഹുവിന്റെ സഹായികൾ ശ്രമിച്ചുവെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ രാജ്യദ്രോഹ സംഭവമാണ് ഖത്തർ ഗേറ്റ് എന്ന് വിശേഷിപ്പിച്ച ബെനറ്റ് ഇസ്രയേലിലെ പ്രധാന ഗവേഷണ സ്ഥാപനങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ചില പ്രമുഖ ഉദ്യോഗസ്ഥരും വരെ ഖത്തറിന്റെ ശമ്പള പട്ടികയിലുണ്ടാകാമെന്ന് സംശയം പ്രകടിപ്പിച്ചു. ഇസ്രയേൽ നിയമപ്രകാരം ഖത്തർ ഇതുവരെ ഔദ്യോഗികമായി ശത്രുരാജ്യമായി പ്രഖ്യാപിക്കപ്പെടാത്തതിനാൽ ആർക്കും ഖത്തറിന് വേണ്ടി ഏജന്റായി പ്രവർത്തിക്കാം എന്ന വിചിത്ര സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉടനടി നിയമനിർമ്മാണം നടത്തി ഖത്തറിനെ ശത്രു രാജ്യമായി പ്രഖ്യാപിക്കുകയും ഇത്തരത്തിലുള്ള ആഭ്യന്തര ചോർച്ചകൾക്ക് ശാശ്വതമായി അന്ത്യം കുറിക്കുകയും ചെയ്യുമെന്ന് ബെനറ്റ് അവകാശപ്പെടുന്നു. നഫ്താലി ബെനറ്റിന്റെ കടുത്ത ആരോപണങ്ങൾക്ക് ശക്തമായ ഭാഷയിലാണ് ഖത്തർ മറുപടി നൽകിയിരിക്കുന്നത്. വാഷിംഗ്ടണിലെ ഖത്തർ എംബസി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ ബെനറ്റിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വന്തം രാഷ്ട്രീയ ലാഭമുണ്ടാക്കുന്നതിനും വോട്ടർമാരെ ആകർഷിക്കുന്നതിനുമായി ബെനറ്റ് നടത്തുന്ന തെറ്റായ പ്രചാരണങ്ങളും വ്യാജ വാർത്തകളുമാണ് ഇതെന്നാണ് ഖത്തർ തിരിച്ചടിച്ചത്. പാലസ്തീൻ ഇസ്രയേൽ സംഘർഷങ്ങളിൽ ദീർഘകാലമായി പ്രധാന മധ്യസ്ഥന്റെ പങ്കുവഹിക്കുന്ന രാജ്യമാണ് ഖത്തർ. ഗസയിലെ വെടിനിർത്തൽ ചർച്ചകളിലും ബന്ദികളുടെ മോചനത്തിലും അമേരിക്കയോടൊപ്പം നിന്ന് പ്രധാന പങ്കുവഹിച്ച ഖത്തറിനെ ശത്രു രാജ്യമായി ചിത്രീകരിക്കുന്നത് ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്.
നെതന്യാഹു ഭരണകൂടം തന്നെ പലപ്പോഴും ഗസയിലേക്ക് ഖത്തറിന്റെ സാമ്പത്തിക സഹായങ്ങൾ അനുവദിച്ചിരുന്ന ചരിത്രവുമുണ്ട്. എന്നാൽ യുദ്ധാനന്തര സാഹചര്യത്തിൽ ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ വളർന്നുവരുന്ന തീവ്ര ദേശീയത തരംഗത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ബെനറ്റിന്റെ ഈ വാക്കുകൾ. അഭിമുഖത്തിൽ ഗസയിലെ നിലവിൽ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും ബെനറ്റ് കൃത്യമായ നിലപാട് വ്യക്തമാക്കി. ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങുന്നതുവരെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇസ്രയേൽ തയ്യാറാകരുത് എന്നാണ് ബെനറ്റിന്റെ പക്ഷം. സമാധാന കരാറുകൾ നിലനിൽക്കുമ്പോഴും ഹമാസ് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണെന്നും ഒക്ടോബർ 7-ന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പോരാളികളെ അവർ ഇപ്പോൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഈജിപ്റ്റ് അതിർത്തി വഴി ഡ്രോണുകളും ആയുധങ്ങളും കടത്തിക്കൊണ്ടുവന്നാണ് ഹമാസ് വീണ്ടും കരുത്താർജിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് അത്യന്തം പ്രവചനാതീതമാണ്. പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡുമായി ചേർന്ന് രൂപീകരിച്ച ടുഗദർ സഖ്യത്തിലൂടെ വിപുലമായ ഒരു ജനകീയ മുന്നണി രൂപീകരിക്കാനാണ് ബെനറ്റ് ശ്രമിക്കുന്നത്. സയനിസ്റ്റ് വലതുപക്ഷവും ഇടതുപക്ഷവും മതനിരപേക്ഷവും മതവിശ്വാസികളും ഉൾപ്പെടുന്ന ഒരു വിശാല സർക്കാരാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ നിലവിലെ പൊതുജന സർവേകൾ പ്രകാരം നെതന്യാഹുവിന്റെ വലതുപക്ഷ മുന്നണിക്കോ ബെനറ്റ് ലാപ്പിഡ് സഖ്യത്തിനോ കേവല ഭൂരിപക്ഷമായ 61 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടാനാകില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. നഫ്താലി ബെനറ്റിന്റെ ഈ വെളിപ്പെടുത്തലുകൾ കേവലം ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗം എന്നതിലുപരി മിഡിൽ ഈസ്റ്റിലെ ഭാവി രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ്. ഇസ്രയേൽ ഇറാനുമായി നേരിട്ടുള്ള സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അണിയറയിലെ നയതന്ത്ര സാമ്പത്തിക യുദ്ധങ്ങളിൽ ഖത്തറിനെ പ്രധാന എതിരാളിയായി കാണാൻ ഇസ്രയേലിലെ ഒരു വിഭാഗം രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകുന്നു എന്നത് ശ്രദ്ധേയമാണ്. ബെനറ്റ് അധികാരത്തിൽ തിരിച്ചെത്തുകയും ഖത്തറിനെ ശത്രു രാജ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്താൽ അത് ഖത്തർ ഇസ്രയേൽ ബന്ധത്തെ മാത്രമല്ല അമേരിക്കയ്ക്ക് മധ്യപൂർവേഷ്യയിലുള്ള സൈനിക നയതന്ത്ര തന്ത്രങ്ങളെയും കാര്യമായി ബാധിക്കും. ആഗോള മാധ്യമരംഗത്തും അമേരിക്കൻ സർവകലാശാലകളിലും ഖത്തർ ചെലുത്തുന്ന സ്വാധീനത്തെ ഇസ്രയേൽ എങ്ങനെ പ്രതിരോധിക്കും എന്നതും വരും നാളുകളിൽ കണ്ടറിയേണ്ട ഒന്നാണ്. ഇസ്രയേലിലെ തെരഞ്ഞെടുപ്പ് ഗോദയിലെ ഖത്തർ വിഷയം പ്രധാന ചർച്ചാ വിഷയമായി മാറുമ്പോൾ അറേബ്യൻ ഗൾഫിലെ നയതന്ത്ര അന്തരീക്ഷം കൂടുതൽ സങ്കീർണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.